ഷെയറിംഗ് നോളേജ്. നമ്മളിന്ന് പഠിക്കുന്നത് അക്കൗണ്ടൻസിയിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അക്കൗണ്ടൻസി പഠിക്കുന്നവർക്കും കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പെൻഡിച്ചർ എന്താണെന്ന് പഠിക്കാം. അതായത് ഒരു ബിസിനസ്സിൽ ചെലവാക്കുന്ന എമൗണ്ടിനെ നമ്മൾ പറയുന്നതാണ് എക്സ്പെൻഡിച്ചർ എന്നത്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ആദ്യം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഒരു ബിസിനസ്സിൽ നമ്മൾ ചെലവാക്കുന്ന എമൗണ്ടിൻ്റെ ബെനിഫിറ്റ്, അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് മോർ ദാൻ 1 ഇയർ, ഒന്നിലധികം വർഷങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തിലധികം നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു ഐറ്റം അല്ലെങ്കിൽ ആ ഒരു ചെലവിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തരാം. ഇപ്പോൾ നമുക്കൊരു ബിസിനസ്സിൽ നമ്മളൊരു മെഷീനറി, ഒരു എക്യുപ്മെൻറ്റ് മേടിക്കുവാണ്. അപ്പോൾ ആ വാങ്ങുന്ന വർഷം മാത്രമല്ല നമുക്കതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, പിന്നെയോ ആ ഒരു മെഷീനറിയുടെ ലൈഫ് എത്ര വർഷത്തോളം ഉണ്ടോ അത്രത്തോളം കാലം നമുക്കതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസ് നമ്മൾ വാങ്ങുമ്പോൾ ആ അസറ്റ് എല്ലാം, അതായത് ഫിക്സ്ഡ് അസറ്റ്, അതൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ചെലവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിൽ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് നമുക്ക് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഇത് അസറ്റ് സൈഡിലാണ് നമ്മൾ ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഐറ്റംസ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഫർണിച്ചർ മേടിക്കുവാണെങ്കിൽ ആ ഫർണിച്ചർ പേ ചെയ്യുന്ന ആ ഇയറിൽ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ നമ്മൾ ആ എമൗണ്ട് കാണിക്കുന്നു. അപ്പോൾ അതല്ലാതെ നമുക്ക് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഐറ്റംസും P&L അക്കൗണ്ടിലോട്ട് വരും. അതെങ്ങനെയാണ് വരുന്നത്? ഇപ്പോൾ നമ്മളൊരു മെഷീനറി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കറിയാം ഡെപ്രീസിയേഷൻ ആയിട്ടാണ് നമ്മൾ P&L അക്കൗണ്ടിൽ അത് കാണിക്കുന്നത്. നെക്സ്റ്റ് നമുക്കതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇപ്പോൾ ഓഫീസ് ബിൽഡിങ്സ് നമുക്കറിയാമല്ലോ, അതിൻ്റെ യൂസ് നമുക്ക് മോർ ദാൻ 1 ഇയർ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ബിൽഡിംഗ് വെക്കുവാണ്, അതിന് ചിലവാകുന്ന എമൗണ്ട് നമുക്ക് ഏതിൽ ഉൾപ്പെടുത്തണം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിൽ ഉൾപ്പെടുത്താം. കാരണം എന്തുകൊണ്ടാണ്? അത് മോർ ദാൻ 1 ഇയർ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നു. അതുപോലെ മെഷീനറി മേടിക്കുന്നത്, പിന്നെ അതുപോലെ ഇപ്പോൾ നമുക്കതുപോലെ കമ്പ്യൂട്ടർ, പ്രിൻ്റർ, ഓഫീസിൻ്റെ ഫർണിച്ചേഴ്സ്, അപ്ലയൻസസ്, ഇതെല്ലാം നമ്മൾ വാങ്ങുന്നത്, നമുക്ക് ആ അസറ്റ് എല്ലാം വാങ്ങുന്നത് അതിൻ്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ നമുക്ക് ലഭിക്കുന്നു. അതുപോലെ പേറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ആ അസറ്റുകളും നമുക്ക് എന്ത് ചെയ്യുന്നു? അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒത്തിരി കാലം നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിൽ നമുക്കത് ഉൾപ്പെടുത്താം. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് ചിലവാക്കുന്ന എമൗണ്ടിൻ്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ആ ഐറ്റം നമുക്ക് ഏതിൽ ഉൾപ്പെടുത്താം? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിൽ നമുക്ക് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് നമുക്ക് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ നോക്കാം. നമുക്ക് ഒരു ബിസിനസ്സിൽ ചിലവാക്കുന്ന എമൗണ്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ആ ഒരു സമയത്തേക്ക് മാത്രം, ഇപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ ഒരു മാസം, അതിലേക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നതാണെങ്കിൽ ആ ഐറ്റംസ് നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ അണ്ടറിൽ നമുക്ക് ഉൾപ്പെടുത്താം. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സാലറി കൊടുക്കുക, ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ സ്റ്റാഫിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് സാലറി കൊടുക്കുകയോ വേജ് കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ ആ ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു മാസത്തേക്ക് മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ്, അല്ലേ? നമ്മൾ റെൻറ്റ് കൊടുക്കുകയാണെങ്കിലോ ആ റെൻറ്റ് ഒരു മാസത്തേക്ക് മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക. അതുപോലെ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത്, ബിസിനസ് ട്രാവലിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാഷ് ചിലവാക്കുന്നത്, ഇതെല്ലാം ആ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് വേണ്ടി മാത്രമാണ് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുന്നത്. സോ നമുക്ക് ചിലവാക്കുന്ന തുകയുടെ ബെനിഫിറ്റ് ഒരു പർട്ടിക്കുലർ ടൈമിൽ, അതായത് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ലഭിക്കുന്നതാണെങ്കിൽ നമുക്ക് ആ ഐറ്റം എവിടെ ചേർക്കാം? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ചേർക്കാം. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് റവന്യൂ എക്സ്പെൻഡിച്ചറിലെ ഐറ്റംസ് നമ്മൾ ചാർജ് ചെയ്യുന്നത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ. നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ അതിൻ്റെ ഡിഫറൻസ് ഒന്നുകൂടെ നോക്കാം. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ പറയുകയാണ്, മീൻസ് ഒരു എക്സ്പ്ലനേഷൻ പറയുവാണെങ്കിൽ നമുക്കറിയാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ തന്നെ അതിൻ്റെ ചിലവാക്കുന്ന എമൗണ്ടിൻ്റെ ബെനിഫിറ്റ് മോർ ദാൻ 1 ഇയർ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്ന ഐറ്റംസിൻ്റെ പ്രത്യേകത. റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ, അതായത് വിതിൻ 1 ഇയർ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നുള്ളൂ. നെക്സ്റ്റ് ശരിക്കും അതിൻ്റെ ആ ബെനിഫിറ്റ് ഇവിടെയും അതാ പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഇയറിൽ മാത്രം അല്ല നമുക്ക് ലഭിക്കുന്നത്, ഫ്യൂച്ചർ ഇയറിലും നമുക്ക് ലഭിക്കുന്നു. ഇവിടെയാണെങ്കിൽ കറണ്ട് ഇയർ ഓൺലിയാണ് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. നെക്സ്റ്റ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ മോർ ദാൻ 1 ഇയർ ആണ്, റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ അപ് ടു 1 ഇയർ വരെ ലഭിക്കുന്നുള്ളൂ. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കാണിക്കുന്നത്.
അതുപോലെ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ട്രേഡിങ്ങിലോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലോ നമ്മൾ കാണിക്കും. അതായത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും കാണിക്കും. അതിൻ്റെ നേച്ചർ എങ്ങനെയാണ്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെങ്കിലോ നോൺ റിക്കറിംഗ് ആണ്, ആവർത്തന സ്വഭാവമില്ലാത്തതാണ് അതിൻ്റെ നേച്ചർ. ഓക്കെ, വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നില്ല. പക്ഷേ ഇതാണെങ്കിലോ റിക്കറിംഗ് ഇൻ നേച്ചറാണ്. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ റിക്കറിംഗ് ആവർത്തന സ്വഭാവമുള്ളതാണ്. ഇപ്പം നമ്മൾ സാലറി കൊടുക്കുക, എല്ലാ മാസവും കൊടുക്കണം. അതുപോലെ റെൻറ്റ് പേ ചെയ്യുക, എല്ലാ മാസവും പേ ചെയ്യണം. അതുകൊണ്ട് തന്നെ അത് റിക്കറിംഗ് നേച്ചർ ഉള്ളതാണ്, ആവർത്തന സ്വഭാവമുള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.